أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا. സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 63-ാമത്തെ വചനം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തന്ന ഒരു പ്രത്യേകമായ വിഭാഗം ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ ദാസന്മാർ. ആ ഇബാദുർ റഹ്മാനിന്റെ സവിശേഷതകളെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. അതിൽ 68-ാമത്തെ ആയത്ത് ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച വചനം. 3 കാര്യങ്ങളാണ് ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒന്ന്, വല്ലദീന, അവർ യാതൊരു കൂട്ടരുമാണ്, ലാ യദഊന, അവർ ദുആ ചെയ്യുകയില്ല, മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ, ഇലാഹൻ ആഖറ, മറ്റൊരു ഇലാഹിനോട്, വലാ യഖ്തുലൂന, അവർ കൊല ചെയ്യുകയുമില്ല, അൻ-നഫ്സല്ലതി ഹറമല്ലാഹ്, അല്ലാഹു പവിത്രമാക്കിയ ജീവനുകൾ, ഇല്ലാ ബിൽ ഹഖ്, ന്യായപ്രകാരമല്ലാതെ. ഈ ആയത്തിൽ പറഞ്ഞ 2 കാര്യങ്ങളും നാം വിശദീകരിച്ചു കഴിഞ്ഞു. മൂന്നാമതായി ഇബാദുർ റഹ്മാനിന്റെ സവിശേഷതയായി ഇതേ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയും ഇല്ല. അവർ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടാത്തവരാണ് എന്ന് ഇബാദുർ റഹ്മാനിന്റെ സവിശേഷതയായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധിപ്പിച്ചിരിക്കുകയാണ്. മുമ്പൊക്കെ വ്യഭിചാരം എന്ന വാക്ക് പരസ്യമായി പറയാൻ പോലും നമ്മളെല്ലാവരും മടി കാണിച്ചിരുന്ന, നമുക്ക് ലജ്ജ തോന്നിയിരുന്ന ഒരു വേർഡായിരുന്നു. എന്നാൽ ഇന്ന് പരസ്യമായി വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ മടിയില്ലാത്ത ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അഥവാ വ്യഭിചാരം എന്നത് ഇന്ന് സാർവത്രികമായി മാറിയിരിക്കുകയാണ്. പത്രമാധ്യമങ്ങൾ, ന്യൂസ് ചാനലുകൾ നാം എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന, ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വാർത്തകളായി ഇത്തരം വിഷയങ്ങൾ മാറി എന്നുള്ളതാണ്. ഈ നീചവൃത്തിയെ കുറിച്ച് കാണാത്ത, അതല്ലെങ്കിൽ കേൾക്കാത്ത ഒരു ദിവസം പോലും ഇന്ന് നമ്മുടെ ഒന്നും ജീവിതത്തിലൂടെ കടന്നു പോകുന്നില്ല. ഡെയിലി ഇത്തരത്തിലുള്ള വാർത്തകൾ ആവർത്തിച്ച്
ഇനി ഏത് മേഖലകൾ നമ്മൾ എടുത്തു നോക്കിയാലും, രാഷ്ട്രീയ മേഖലകളിൽ മാത്രമല്ല, മതരംഗത്ത് നാം എടുത്തു നോക്കിയാൽ മതപണ്ഡിതന്മാർ, പുരോഹിതന്മാർ എത്രത്തോളം എന്ന് ചോദിച്ചാൽ പള്ളിയുടെ മറവിൽ, മദ്രസയുടെ മറവിൽ, മദ്രസയിലേക്ക് പെൺമക്കളെ പറഞ്ഞയക്കാൻ രക്ഷകർത്താക്കൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് വയക്തുറസ്സിനാ, വ്യഭിചാരം അധികരിക്കുക, സാർവത്രികമാവുക, അത് വ്യാപകമായി സമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആണും പെണ്ണും തമ്മിൽ പരസ്യമായി റോഡിൽ കിടന്നുകൊണ്ട് പബ്ലിക് പ്ലേസിൽ വെച്ച് ആളുകൾ ഒരുമിച്ച് കൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പോലും പരസ്യമായി വീഴ്ചയിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ സമൂഹം കടന്നു പോകാതിരിക്കില്ല. ഇന്ന് നമ്മുടെ നാടിന്റെ സ്ഥിതി അതാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പരസ്യമായി വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടാൻ മടിയില്ലാത്ത ഒരു സമൂഹം. നിയമത്തിന്റെ പരിരക്ഷ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിയമങ്ങൾ, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നത് നേർക്കാഴ്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇങ്ങനെ പരസ്യമായി റോഡിൽ കിടന്നുകൊണ്ട് വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അത് കാണുന്ന ഒരു മനുഷ്യൻ അവരോട് പറഞ്ഞു പോവുകയാണ്, നിങ്ങൾക്ക് അല്പമൊന്ന് മാറിക്കിടന്നിട്ട് ആ മതിലിന്റെ പിന്നിലേക്ക്, അതല്ലെങ്കിൽ റോഡിന്റെ ഓരത്തിൽ നിന്ന് മാറി ആ മരത്തിന്റെ, അതല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ പിന്നിലേക്ക് മാറിയിട്ടായി കൂടെ എന്ന് ചോദിച്ചു പോകുന്ന ഒരവസ്ഥ വരാനുണ്ട് എന്നാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്ന് അങ്ങനെ ചോദിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഈമാൻ ഇന്ന് അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹും അവരുടെ സ്ഥാനത്തായിരിക്കും അന്ന് അങ്ങനെ ചോദിക്കുന്ന മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം വ്യഭിചാരം സാർവത്രികമാവുക, സമൂഹത്തിൽ അത് തിന്മയല്ലാതായി തീരുക, നിയമപരമായി അതിന് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുക, മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന രൂപത്തിൽ, എന്തിനേറെ പറയണം, അമ്മയോടൊപ്പം തെരുവിൽ കിടന്നു ഉറങ്ങുന്ന 2 വയസ്സുകാരിയെ പോലും വെറുതെ വിടാത്ത ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ രോഗിയായി കിടപ്പിലായി പല സഹായമില്ലാതെ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ 70-കാരിയെയും 75-കാരിയെയും 80-കാരിയെയും വെറുതെ വിടാത്ത സമൂഹത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോകുന്ന ബോഡി അവരെ വെറുതെ വിടാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും നിലകൊള്ളുന്നത്. ഇബാദുർ റഹ്മാനിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ അവർ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുകയില്ല. സമൂഹം ഇന്ന് വ്യഭിചാരം എന്നത് നിസ്സാരമായി ചെറുതായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇത് വലിയ ഒരു നീചവൃത്തിയാണ്, ചെറുതല്ല. ചെറിയ പാപമായിട്ടല്ല ഇസ്ലാം ഇതിനെ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ശിക്ഷാ നടപടികൾ എങ്ങനെയാണ്? വിവാഹിതരാണെങ്കിൽ ആ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അവൻ അവിവാഹിതനാണെങ്കിൽ അവനെ 100 അടി അടിക്കണമെന്നും 1 വർഷത്തേക്ക് അവനെ നാട് കടത്തണമെന്നതും ഇസ്ലാമിന്റെ നിയമമാണ്. അടിമകളാണെങ്കിൽ അതിന്റെ പേരിൽ അവനെ 50 അടി അടിക്കണമെന്നുള്ളത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഇസ്ലാമിക സംവിധാനം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കുറവായി വ്യഭിചാരവും അതുപോലെ സാർവത്രികമായി വ്യഭിചാരം നടക്കുമ്പോൾ എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഏറ്റവും കുറവ് എയ്ഡ്സ് രോഗികൾ എവിടെയോ സൗദി അറേബ്യയിലാണ്. അവിടെ നിലനിൽക്കുന്ന കർശനമായ ശക്തമായ മതനിയമങ്ങളാണ് അതിന് കാരണം. ഇനി അവിടെ തന്നെയുള്ള എയ്ഡ്സ് രോഗികൾ എന്ന് പറഞ്ഞാൽ സ്വദേശികളല്ല, വിദേശികളായ ആളുകളാണ്.
നിയമങ്ങൾ ശക്തമല്ലാതാകുമ്പോൾ ഇത്തരത്തിലുള്ള നീചവൃത്തികളെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു. കൊലപാതകമാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും ഇത്തരത്തിലുള്ള നീചവൃത്തികൾ സമൂഹത്തിൽ വ്യാപകമാകുന്നു. കാരണം എന്താ? നിയമത്തിന്റെ പരിരക്ഷ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലഭിക്കൂ എന്നത് ഒരു കാരണമാണ്. വിശുദ്ധ ഖുർആൻ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്. വ്യഭിചാരത്തിലേക്ക് വഴിവെക്കുന്ന എല്ലാ വാതിലുകളും കൊട്ടിയടച്ചു ഇസ്ലാം. വളരെ ശക്തമായ ഭാഷയിലാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. വ്യഭിചരിക്കരുത് എന്ന് പറയാതെ ഖുർആൻ നടത്തിയ ഒരു പ്രയോഗം നോക്കി നിങ്ങൾ. വലാ തഖറബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, ആ നീചവൃത്തിയിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിഷ, തീർച്ചയായും അതൊരു നീചവൃത്തിയാണ്. വസാഅ സബീല, അത് ദുഷിച്ച മാർഗവുമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓതി തരികയാണ്. വ്യഭിചാരത്തിന് സാധ്യതയുണ്ടാകുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ, സംവിധാനങ്ങളുണ്ടോ, അവിടെയെല്ലാം ഇസ്ലാം കൃത്യമായ നിയമങ്ങൾ നടപ്പാക്കി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നോക്കുന്നതും കൂടിക്കലരുന്നതും ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. എവിടെയാണെങ്കിലും ശരി, അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണിനെ കണ്ടാൽ നീ നിന്റെ കണ്ണ് താഴ്ത്തണമെന്ന് ഇസ്ലാം പറഞ്ഞു. പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ വഴിവക്കിൽ റോഡരികിൽ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ഞങ്ങൾ റോഡിൽ ഇരിക്കാറുണ്ട്, അങ്ങാടിയിൽ ഇരിക്കാറുണ്ട്, വഴിയോരത്ത് ഇരിക്കാറുണ്ട്, ഞങ്ങൾ പല കാര്യങ്ങളും അവിടെ ഇരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. നമ്മളെ പോലെ ഫിത്ന പറയുന്നതല്ല, ഫസാദ് ഉണ്ടാക്കാനല്ല, കുഴപ്പമുണ്ടാക്കാനല്ല. സ്വഹാബത്ത് അവിടെയും ദീനാണ് ചർച്ച ചെയ്യുന്നത്. പല കാര്യങ്ങളും ഞങ്ങൾ കൂടി ആലോചിക്കുന്നത്, ചർച്ച ചെയ്യുന്നത് വഴിയോരത്തിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് പ്രവാചകരെ, ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഇരിക്കേണ്ടി വന്നാൽ നിങ്ങൾ വഴിയോടുള്ള ഹക്കുകൾ, ബാധ്യതകൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, എന്തൊക്കെയാണ് വഴിയോടുള്ള ഹക്കുകൾ? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പറഞ്ഞതിൽ ഒന്ന്, പെണ്ണിനെ കണ്ടാൽ നീ നിന്റെ കണ്ണ് താഴ്ത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെയോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്യ സ്ത്രീയും പുരുഷനും തനിച്ചാകാൻ പാടില്ല. അന്യ പുരുഷന്റെ കൂടെ ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല. ഉംറയ്ക്ക് പോകാനാണെങ്കിലും ഹജ്ജിന് പോകാനാണെങ്കിലും മഹ്റം കൂടെ ഇല്ലാതെ, വിവാഹബന്ധം ഹറാമായ ഒരാൾ കൂടെ ഇല്ലാതെ ഒരു പെണ്ണ് തനിച്ച് യാത്ര ചെയ്യരുത് എന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണെങ്കിൽ നോക്കി നിങ്ങൾ. അനിയന്റെ ഭാര്യയെ ബൈക്കിൽ ഇരുത്തിയിട്ട് പോവുക, ചേട്ടന്റെ ഭാര്യയെ ബൈക്കിൽ ഇരുത്തിയിട്ട് പോവുക, ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇന്ന് നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ്. ഇസ്ലാം പറഞ്ഞു, അന്യ സ്ത്രീ, അന്യ പുരുഷൻ തനിച്ചാകരുത്. വിവാഹബന്ധം ഹറാമായ ഒരാൾ കൂടെ ഇല്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പാടില്ല. ആരാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് ഇവിടെ ശ്രദ്ധിക്കുന്നത്? ഇത് മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞു, ഒരു പുരുഷൻ പുരുഷന്റെ ലിംഗത്തിലേക്ക് നോക്കാൻ പാടില്ല. പുരുഷന്മാർ തമ്മിലാണെങ്കിലും അവരുടെ ഔറത്ത് കാണാൻ പാടില്ല. ഒരു സ്ത്രീ സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. പുരുഷ വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. ഇതെല്ലാം ഇസ്ലാമിന്റെ ശക്തമായ നിയമനിർദ്ദേശങ്ങളാണ്. മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? വിവാഹപ്രായമെത്തിയാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം. ഇന്നത്തെ മക്കളോട് നിങ്ങൾ ചോദിച്ചിരിക്കുക, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും 26 28 30 എനിക്കിപ്പോ കല്യാണം വേണ്ട, എനിക്കിപ്പോ കല്യാണം വേണ്ട. കല്യാണം വൈകിക്കും തോറും പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം എന്താ? കൂടെ സംസാരിക്കാനും കൂടെ ഇരിക്കാനും എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്. വ്യഭിചാരം എന്നത് ശരീരം കൊണ്ട് നിർവഹിക്കുന്നത് മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞു, കണ്ണിന്റെ വ്യഭിചാരം കാണലാണ്, കാതിന്റെ വ്യഭിചാരം കേൾക്കലാണ്, നാവിന്റെ വ്യഭിചാരം സംസാരിക്കലാണ്. അവസാനം നിന്റെ ശരീരം അത് ഒന്നുകിൽ ശരിവെക്കുന്നു,
പല കുടുംബങ്ങൾക്കും ഇടയിലാണ്. മിമ്പറിൽ നിന്നുകൊണ്ട് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. മാത്രമല്ല, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംഗതി, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണുമായി സംസാരിച്ച് ഇഷ്ടപ്പെട്ട് വിവാഹത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ച് പെണ്ണിന്റെ വീട്ടുകാരറിയുന്നില്ല, ആണിന്റെ വീട്ടുകാരറിയുന്നില്ല, ആരും അറിയുന്നില്ല. ഒരു പൊയ്യാരം വെച്ചുകൊണ്ട് വരും, മൂപ്പര് കൈവട് കൊടുക്കും, മൂപ്പര് നിക്കാഹ് ചെയ്തു കൊടുക്കും. ആരുമില്ല, സാക്ഷികളില്ല, വലിയ പോലുമില്ല. നിക്കാഹ് സാധുവാവണമെങ്കിൽ വലിയ വേണ്ടേ, രക്ഷകർത്താവ് വേണ്ടേ? പെണ്ണിന്റെ വലിയ ജീവിച്ചിരിക്കുമ്പോ ഈ അടുത്ത് നടന്ന ഒരു വിവാഹമാണ് കുറച്ചു മുമ്പ്. പെണ്ണിന്റെ വലിയ ജീവിച്ചിരിപ്പുണ്ട്, വലിയ അറിഞ്ഞിട്ടില്ല. തന്റെ കൂട്ടുകാരനെ കൊണ്ടുവന്ന് പെണ്ണിന്റെ വലിയായി അങ്ങ് തീരുമാനിച്ച് ഒരു ഉസ്താദ് വന്ന് നിക്കാഹ് ചെയ്തു പോയി. വർഷങ്ങൾ കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഏതെല്ലാം തരത്തിലുള്ള ഇതിനൊക്കെ എന്താ പറയുക സഹോദരങ്ങളെ? ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള നിക്കാഹ് ആയിട്ടില്ല എങ്കിൽ പിന്നെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഞങ്ങൾ നിക്കാഹ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം വ്യഭിചാരത്തിന്റെ പരിധിയിലാണ് വരിക എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ഇസ്ലാം പ്രവാചകൻ പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗ്ദു ലിൽബസരി വഅക്സറു ലിൽഫർജ്. അല്ലയോ വിവാഹ പ്രായമെത്തി നിൽക്കുന്ന യുവ സമൂഹമേ, നിങ്ങൾ അതിന് പ്രാപ്തരായാൽ നിങ്ങൾ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടണം. അതുവഴി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഗുണങ്ങൾ നിങ്ങളുടെ കണ്ണിന് കുളിർമയേകുവാൻ, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ പരിഭാവനമായി കാത്തു സൂക്ഷിക്കാൻ നിക്കാഹിലൂടെ, വിവാഹത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഇസ്ലാം എത്രത്തോളം പ്രോത്സാഹിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ അഹ്റസ സുൽസൈ ദീനിഹി ഫലിയത്തഖില്ലാഹ ഫി സുൽസിൽ ബാഖി. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നതോടുകൂടി അവൻ മതത്തിന്റെ 2/3 ഭാഗവും പൂർത്തിയാക്കി കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ബാക്കിയുള്ള ഒരു ഭാഗം അവൻ പൂർത്തിയാക്കുന്നത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിലൂടെ. ഇവിടെ മതത്തിന്റെ 2/3 ഭാഗം ഒരാൾ പൂർത്തിയാക്കുന്നത് നിക്കാഹിലൂടെ, വിവാഹ ജീവിതത്തിലൂടെ. ഇസ്ലാം പറയുമ്പോൾ വിവാഹത്തിൽ ഇസ്ലാം കൽപ്പിച്ച സ്ഥാനം എത്രത്തോളമാണ് സഹോദരങ്ങളെ? ഇനി അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്ത്രധാരണ രീതികൾ. പുരുഷനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ രീതി ഒരു പെണ്ണ് സ്വീകരിക്കാൻ പാടില്ല. ഇനി പുരുഷന്മാരാണെങ്കിലും അവരുടെ ശരീരത്തിന്റെ ഔറത്ത് വെളിവാകുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ രീതികൾ സ്വീകരിക്കാൻ പാടില്ല. എത്രത്തോളം ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ടോയ്ലറ്റിൽ പ്രവേശിച്ചാലല്ലാതെ നിങ്ങളുടെ ഉടുതുണി നിങ്ങൾ പൊക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കാറുള്ള പുരുഷന്മാർ, നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോ ടോയ്ലറ്റിലേക്ക് എത്തിയിട്ടല്ലാതെ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ പൊക്കി പിടിക്കാൻ പാടില്ല. ഇത് മൂത്രമൊഴിക്കണം തീരുമാനിക്കുമ്പോ 100 മീറ്റർ അപ്പുറത്താണ് മൂത്രപ്പുരയെങ്കിൽ പള്ളിയിലേക്ക് വരുന്ന പുരുഷന്മാർ പോലും ദൂരെ നിന്ന് തന്നെ തുണിയും പൊക്കി പിടിച്ച് അരിവസ്ത്രം കാണുന്ന രൂപത്തിൽ, ഔറത്ത് വെളിവാകുന്ന രൂപത്തിലായിരിക്കും മൂത്രപ്പുരയിലേക്ക് അവർ നടന്നു പോവുക. അതല്ലെങ്കിൽ റോഡിൽ ഏതെങ്കിലും പീടികയിൽ കാലം കയറ്റി വെച്ചിരിക്കുമ്പോ ഔറത്ത് വെളിവാകുന്നത് ഒരു പുരുഷന് ശ്രദ്ധിക്കാനില്ല. സ്ത്രീകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? സ്ത്രീയും ശ്രദ്ധിക്കേണ്ടതുണ്ട്, പുരുഷനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി സ്വാഭാവികമായും ഒരു പുരുഷനെ വികാരഭരിതരാക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുഖമക്കര ഭാരതത്തിലേക്ക് താഴ്ത്തിയിടണം. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണത്, പ്രവാചകന്റെ വിശദീകരണമാണത്. മാത്രമല്ല, മോശമായ വസ്ത്രധാരണ രീതി സ്വീകരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിസാഉൻ കാസിയാത്തുൻ ആലിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ റൂസഹുന്ന കഅസ്രിവത്തിൽ ബുഖ്തിൽ മാഇല ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റീഹഹാ ഫഇന്ന റീഹഹാ ലാ യൂജദു മിൻ മസീറതി കദാ വകദാ. ചില പെണ്ണുങ്ങൾ
വസ്ത്രം ധരിച്ചവരാണ്, എന്നാൽ അവർ നഗ്നതകളാണ്. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ധരിച്ചിട്ടുണ്ട്. അവരുടെ ശരീരത്തിന്റെ അവർക്ക് പറയേണ്ട രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ചാലും ചെരിഞ്ഞും ആടിക്കുഴഞ്ഞ് ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ ഒട്ടകത്തിന്റെ പൂജ പോലെ ആടിക്കുഴഞ്ഞ് നടക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, അതിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോശമായ വസ്ത്രധാരണ രീതികൾ സ്വീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ പള്ളിയിൽ വരുമ്പോൾ പർദ്ദയിടുന്നുണ്ടാകും, അതല്ലെങ്കിൽ അവരുടെ അവർക്ക് പറയുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നുണ്ടാകും. ഷോപ്പിങ്ങിന് പോകുമ്പോ, മറ്റെവിടെയെങ്കിലും പോകുമ്പോ, കല്യാണത്തിന് പോകുമ്പോ പ്രായപൂർത്തിയായ നമ്മുടെ പെൺമക്കൾ, നമ്മുടെ വീട്ടിലെ സഹോദരിമാർ അവർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ കോലം എന്താണ് സഹോദരങ്ങളെ? ഇത് അനുവദിച്ചു കൊടുക്കുന്നതല്ല ഭർത്താക്കന്മാരല്ലേ, വാപ്പമാരല്ലേ? കുടുംബത്തിൽ വൃത്തികേട് അനുവദിച്ചു കൊടുക്കുന്ന കുടുംബനാഥൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ കാത്തിരിക്കുന്ന നാളെ ഭയാനകമായ ശിക്ഷയാണ് അല്ലാഹുവിന്റെ പരലോകത്ത്. അവിടെ മാത്രമല്ല, ഇനി ഇവിടെ നിന്ന് മരണപ്പെട്ട് അടുത്ത സ്റ്റെപ്പാണല്ലോ ബർസഖ് എന്ന് പറയുന്നത്. ആ ബർസഖിയായ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? മോശമായ ഇത്തരം നീചവൃത്തികളിൽ ഏർപ്പെടുന്ന ആളുകളെ പറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു വിശദീകരണമുണ്ട്. അവിടെ നിന്ന് കണ്ട ഒരു സ്വപ്നം, പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് വഹീന്റെ ഭാഗമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരിക്കൽ രണ്ട് ആളുകൾ എന്റെ അടുക്കൽ വരികയുണ്ടായി. അവർ രണ്ട് മലക്കുകളായിരുന്നു. അവരെ പ്രത്യേകമായ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ യാത്രയിൽ ഞാൻ ഒരുപാട് കാഴ്ചകൾ കാണാനിടയായി. അതിൽപ്പെട്ട ഒരു കാഴ്ചയായിരുന്നു വലിയ ഒരു ഗർത്തം ഞാൻ കണ്ടു. അങ്ങേയറ്റം ആഴമേറിയ ഒരു കുഴി. അതിന്റെ താഴ്ഭാഗത്ത് ശക്തമായ തീജ്വാലകളാണ്. അതിൽ നഗ്നരായ കുറെ സ്ത്രീ പുരുഷന്മാരെ ഞാൻ കാണുകയുണ്ടായി. ആ തീജ്വാലകൾ അവരുടെ ശരീരത്തെ കാർന്നിടുമ്പോ അവർ അവിടെ കിടന്ന് വാവിട്ട് കരയുകയാണ്, അലമുറ കൂട്ടുകയാണ്. ഞാൻ ചോദിച്ചു, ആരാണിവർ, എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ മലക്കുകൾ നൽകിയ മറുപടി, ദുനിയാവിന്റെ ജീവിതത്തിൽ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സമൂഹം, അവരുടെ ബർസഖിന്റെ അവസ്ഥ, അവരുടെ ഖബർ ജീവിതത്തിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. ഇത്രയും ഗൗരവത്തോടെ ബർസഖിലും ആഖിറത്തിലും ശിക്ഷ ലഭിക്കാൻ കാരണമായി തീരുന്ന നീചവൃത്തിയായ നിഷിദ്ധമായ വ്യഭിചാരം എന്ന വൃത്തികേട് ഇന്നും കൊണ്ടു നടക്കുന്ന സമൂഹം മുസ്ലിം സമൂഹത്തിൽ കുറവൊന്നുമില്ല. ഇനി നോക്കി നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോ ആ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായതാണ് മദ്യവും വ്യഭിചാരവും. ഇത് രണ്ടും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഇത് രണ്ടും ഒഴിവാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അത്രമാത്രം ഈ രണ്ട് തിന്മയുമായി അവർ ലയിച്ചു പോയിരുന്നു. ആ സമൂഹം ബന്ധപ്പെട്ടിരുന്നു. മദ്യപിക്കാത്ത ഒരു ദിവസം അവരുടെ ജീവിതത്തിലില്ല. ഒരു രാത്രിയോ ഒരു പകലോ ഇല്ല. വ്യഭിചരിക്കാത്ത ഒരു ദിവസം അവരുടെ ജീവിതത്തിലില്ല. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞത്, നബിയേ, എല്ലാ തിന്മയും ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇന്നുവരെ ചെയ്തു വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവസാനിപ്പിക്കാം. അങ്ങ് പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം. ഒരു കാര്യം മാത്രം എന്നോട് പറയരുത്. എന്താ അത്? വ്യഭിചാരം നിർത്താൻ മാത്രം പ്രവാചകനെ അങ്ങ് എന്നോട് പറയരുത്. അത് നിർത്താൻ എനിക്ക് കഴിയില്ല നബിയെ. അത് അവസാനിപ്പിക്കാൻ, സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. വേറെ എന്ത് പറഞ്ഞാലും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പ്രവാചകന്റെ മുന്നിൽ വന്നൊരു മനുഷ്യൻ ഇങ്ങനെ പറയണമെങ്കിൽ വ്യഭിചാരം അവരുടെ ജീവിതത്തിന്റെ എത്രത്തോളം ഭാഗമായിരുന്നു, അവരിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു, അല്പനേരം മൗനിയായി. എന്നിട്ട് തല ഉയർത്തിയിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു, നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിച്ചാൽ നീ എന്ത് ചെയ്യും? ആ മനുഷ്യൻ പറഞ്ഞു, ഈ വാള കൊണ്ട് ഞാൻ അവരെ കൊണ്ടുകളയും. നിന്റെ ഭാര്യയെ ഒരാൾ പീഡിപ്പിച്ചാൽ നീ എന്താണ് ചെയ്യുക? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അവരെ വെറുതെ വിടില്ല, ഞാൻ അവരെ പീസുകളാക്കും. പ്രവാചകൻ ചോദിച്ചു, നിന്റെ പെൺമക്കളെ, നിന്റെ സഹോദരിയെ, നിന്റെ ഉമ്മയെ, നിന്റെ ഭാര്യയെ ഒരാൾ ശാരീരികമായി പീഡിപ്പിച്ചാൽ, വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടാൽ നിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ അവരെ കൊന്നുകളയും നബിയെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് ആ മനുഷ്യനോട് ചോദിച്ചു, നീ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുമ്പോ, ഏത് പെണ്ണുമായി നീ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നുവോ ആ പെണ്ണ് ഒന്നുകിൽ ഒരു ഉമ്മയായിരിക്കും, അതല്ലെങ്കിൽ മറ്റൊരുത്തന്റെ ഭാര്യയായിരിക്കും, അതല്ലെങ്കിൽ മറ്റൊരുത്തന്റെ മകളായിരിക്കും, അതല്ലെങ്കിൽ മറ്റൊരുത്തന്റെ സഹോദരിയായിരിക്കും. പൊട്ടിക്കരഞ്ഞു ആ മനുഷ്യൻ. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയുടെ സദസ്സിലേക്ക് കടന്നു വരുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വ്യഭിചാരത്തെയായിരുന്നു. ഇപ്പോ ഈ നിമിഷം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് വ്യഭിചാരത്തെയാണ് നബിയെ. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വ്യഭിചരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ച മുൻഗാമികളായ ആളുകളെ നമുക്ക് കാണാം. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് വ്യഭിചരിക്കാത്ത, മദ്യപിക്കാത്ത ഒരു ദിവസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ദിവസം രാത്രി തന്റെ വീട്ടിൽ അദ്ദേഹം കഴിച്ചു കൂട്ടും, അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഭക്ഷണം കഴിക്കാനിട്ടല്ല, വിശന്നിട്ടല്ല. ഇന്ന് തനിക്ക് വ്യഭിചരിക്കാൻ, തന്റെ കൂടെ കിടക്കാൻ ഒരു പെണ്ണിനെയും കിട്ടിയില്ല. ആകെ ദുഃഖിതനാണ്, പ്രയാസത്തിലാണ്, ഉറങ്ങാൻ കഴിയുന്നില്ല. എന്തു ചെയ്യും? ഓരോ ദിവസവും ഓരോരോ പെണ്ണിനെ മാറി മാറി സ്വീകരിച്ചിരുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് ഈ രാത്രി നേരം വെളുപ്പിക്കാൻ, കൂടെ കിടക്കാൻ, തനിക്ക് വ്യഭിചരിക്കാൻ ഒരു പെണ്ണിനെ കിട്ടാതെ ആ പ്രയാസത്തിലായി. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ആരെയും കിട്ടാത്തത് കൊണ്ട് അവസാനം എന്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന വൃദ്ധയായ കിഴവിയായ ആ സ്ത്രീയെ തന്നെ സമീപിക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി അയൽവാസിയായ വൃദ്ധയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ നിന്ന് കേൾക്കുകയാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണം. ആ ഉമ്മ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ട ഫുദൈൽ ഇബ്നു ഇയാദ് തന്റെ ആഗ്രഹം പൂർത്തീകരിക്കാതെ, ആ വീട്ടിൽ പ്രവേശിക്കാതെ, ഉമ്മയോട് കാര്യം പറയാതെ അവിടെ നിന്ന് തിരിച്ചു നടന്നു എന്ന ചരിത്രം. എന്ന് മാത്രമല്ല, നേരം വെളുക്കുന്നത് വരെ ഈ തപ്പല തോട്ടങ്ങളിലൂടെ ഓടിക്കൊണ്ടിരുന്നു മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ്. നേരം പുലർന്നു, പ്രവാചകന്റെ മുന്നിൽ വന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം അവരിൽ ഉണ്ടാക്കിയ മാറ്റം. അലം യഅ്നിൽ ലദീന ആമനു, വിശ്വസിച്ചവരെ നിങ്ങൾക്ക് സമയമായില്ലേ, നിങ്ങൾക്ക് മടങ്ങാൻ സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്, ഹൃദയങ്ങൾ ഒതുങ്ങി വിനയമുള്ളവരായി, ഭയമുള്ളവരായി നിങ്ങളുടെ നാഥനിലേക്ക്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക്, അവൻ അവതരിപ്പിച്ച യഥാർത്ഥമായ വേദഗ്രന്ഥത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങാൻ സമയമായില്ലേ. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കുവാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരേ ഒരു വചനം മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദിന്റെ ജീവിതത്തിൽ നിന്ന് ഈ നീചവൃത്തി അന്നത്തോടുകൂടി അദ്ദേഹം തന്റെ മനസ്സിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് പറിച്ചു കളയുകയാണ്. അവരിൽ ഉണ്ടായ മാറ്റമായിരുന്നു ഇത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അറിയാത്തവരില്ല. വിശുദ്ധ ഖുർആനിൽ ആ പ്രവാചകന്റെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. രാജാവിന്റെ വീട്ടിൽ താമസിക്കുമ്പോ, രാജാവില്ലാത്ത സമയത്ത് രാജാവിന്റെ ഭാര്യ രാജ്ഞിയാണ് യൂസുഫിന്റെ സൗന്ദര്യത്തിൽ വീണുപോയത്. യൂസുഫിനെ ക്ഷണിച്ചു, വിളിച്ചു. ഖുർആൻ ഒരു പ്രയോഗമുണ്ട്, എന്താണെന്നറിയോ? വഗല്ലഖത്തിൽ അബ്വാബ, അവൾ വാതിലുകൾ അടച്ചു. വാതിലടച്ചു അവൾ. വഖാലത്ത്, എന്നിട്ട് അവൾ പറയുകയാണ്, നാട് ഭരിക്കുന്ന രാജാവിന്റെ ഭാര്യ രാജ്ഞി പറയുകയാണ്, വഖാലത്ത് ഹൈതൽ, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ ക്ഷണിച്ചപ്പോ ഖാല മഅദല്ലാഹ്, അല്ലാഹുവിൽ അഭയം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറിയ ഒരു പ്രവാചകന്റെ ചരിത്രമുണ്ട്. ഈ നീചവൃത്തിയിൽ ഞാൻ പെട്ടുപോകാതിരിക്കാൻ, ഈ കൊട്ടാരത്തേക്കാൾ എനിക്ക് വേണ്ടത് ജയിലാണെന്ന് തീരുമാനിച്ച് ആ കൊട്ടാര ജീവിതം ഉപേക്ഷിച്ച് ജയിൽ ജീവിതം തിരഞ്ഞെടുത്ത യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഗുഹാവാസികളുടെ ചരിത്രം അറിയാത്തവരുണ്ടോ? 3 ആളുകളുടെ യാത്ര പോയി. അവർ രാപ്പാർക്കാൻ തീരുമാനിച്ച ഒരു ഗുഹയിൽ മലമുകളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് ഉരുണ്ട് വീണ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. മൂവരും അതിൽ പെട്ടുപോയി. 3 ആളുകളും അവിടെ വെച്ച് തീരുമാനിച്ചു, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത സൽക്രമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം, അല്ലാഹു ഈ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. അങ്ങനെ 3 പേരും പ്രാർത്ഥിച്ചു. കൂട്ടത്തിൽ ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞത്, റബ്ബേ, എന്റെ വീടിന്
തൊട്ടടുത്ത് താമസിക്കുന്ന ഞാനുമായി കുടുംബ ബന്ധമുള്ള സുന്ദരിയായ ഒരു പെണ്ണ്, അവരുടെ ശരീരത്തിൽ ഞാൻ വല്ലാതെ കണ്ണുവച്ചിരുന്നു. എന്റെ ആഗ്രഹം ഞാൻ അവളോട് പറഞ്ഞു. അവൾ അതിന് വഴങ്ങിയില്ല. കാലങ്ങൾ കടന്നുപോയി. അവളുടെ കുടുംബത്തിൽ പട്ടിണി കടന്നു വന്നു. ഭക്ഷണം കിട്ടാതെ ആ കുടുംബം വിശന്ന് പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവൾ എന്റെ അടുക്കൽ വന്നു. എന്നോട് കടമായി കൊണ്ട് കുറച്ച് സമ്പത്ത് ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഞാൻ ഒരു ഡിമാൻഡ് വെച്ചു. ഞാൻ അംഗീകരിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷേ നിന്റെ ശരീരം നീ എനിക്ക് വേണ്ടി മാറ്റിവെക്കണം. നിവൃത്തികേട് കൊണ്ട് ആ പെണ്ണ് അതിനെ സമ്മതിച്ചു. സാമ്പത്തികമായി അവളെ സഹായിച്ചു. അങ്ങനെ ആ പെണ്ണ് ആ മനുഷ്യനുമായിട്ടുള്ള എഗ്രിമെന്റിൽ അവരുടെ ശരീരം ആ മനുഷ്യന് സമർപ്പിക്കാനായി ആ മനുഷ്യന്റെ വീട്ടിൽ വരുന്നു. അവിടെ വേറെ ആരുമില്ല. വാതിലുകളും ജനലുകളും എല്ലാം അടക്കപ്പെട്ടു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു മുറിയിലായ സമയത്ത്, ആ നീചവൃത്തിയിലേക്ക് ഏർപ്പെടാൻ പോയ സമയത്ത് ആ പെണ്ണിന്റെ നാവിൽ നിന്ന് വന്ന ഒരു വർത്തമാനമുണ്ട്. ഇത്തഖില്ല, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ആ മനുഷ്യൻ ഗുഹക്കുള്ളിൽ നിന്ന് പറയാണ്, റബ്ബേ, അന്ന് ഞാൻ ആ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നത് നിന്നെ ഭയപ്പെട്ടിട്ടാണ്. അവൾ പറഞ്ഞു, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിയമപരമായിട്ടല്ലാതെ ന്യായപ്രകാരമല്ലാതെ എന്റെ ചരിത്രം നീ കവരാൻ പാടില്ല. ആ മനുഷ്യൻ തിന്മയിൽ നിന്ന് മാറി അവൾക്ക് നൽകിയ ആ സാമ്പത്തിക സഹായം അത് സ്വതന്ത്രയായി സൗജന്യമായി കൊടുത്തു. ആ നീചവൃത്തിയിൽ നിന്ന് ആ മനുഷ്യൻ മാറുകയും ചെയ്തു. റബ്ബേ, ഞാനെന്ന് ആ തെറ്റ് ചെയ്യാതിരുന്നത് നിന്നെ ഭയപ്പെട്ടിട്ടാണെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ആ മനുഷ്യന്റെ ഇങ്ങനെ 3 ആളുകളും പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമായി കല്ല് നീങ്ങുന്നു. 3 ആളുകളും ഗുഹക്കുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു പുറത്തു വരുന്നു. സുബ്ഹാനല്ലാഹ്. അർശന്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഭാഗം ആരെന്നറിയോ? വറജുലുൻ ദഅതുഹും റഅത്തുൻ ലാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. സുന്ദരിയും കുലീനയുമുള്ള ഒരു പെണ്ണ്, തറവാടിത്തവുമുള്ള ഒരു പെണ്ണ്, അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നിന്നെ ക്ഷണിച്ചാൽ ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നവനാരോ അവനാണ് അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കണ്ണ് വ്യഭിചരിക്കുന്നുണ്ട്. നമ്മളാരും ഒഴിവല്ല. നമ്മുടെ ഫോൺ തന്നെ അതിന്റെ തെളിവുകളാണ്. നമ്മുടെ കാതുകൊണ്ട് നമ്മൾ വ്യഭിചരിക്കുന്നുണ്ട്. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പലപ്പോഴും അറിയാതെ വിചാരത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. മുസ്ലിം കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞവരിൽ പോലും ഇത്തരത്തിലുള്ള നീചവൃത്തികൾ പല കുടുംബത്തിന്റെയും അവസ്ഥ നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 63-ാമത്തെ ആയത്ത് മുതൽ ഇബാദുർ റഹ്മാനിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ 68-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹിനോട് ദുആ ചെയ്യുകയില്ല. വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ന്യായപ്രകാരമല്ലാതെ ഒരു ജീവനും അവർ അപഹരിക്കുകയില്ല. വലാ യസ്നൂൻ, അവർ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുകയുമില്ല. ആയത്തിന്റെ ബാക്കി ഭാഗം, അതിനോട് ചേർന്ന് വരുന്ന അതിന്റെ അടുത്ത ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ആ ഭാഗം അടുത്ത ഖുതുബയിൽ നമുക്ക് വിശദീകരിക്കാം. അതോടുകൂടി ഈ വിഷയം പൂർത്തിയാകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ KNMന്റെ ശാഖാ തെരഞ്ഞെടുപ്പുകൾ ഏറെക്കുറെ എല്ലാ ശാഖകളിലും കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ മെമ്പർമാരോടും അധികാരികളോടും വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, അല്ലാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ.
അതിനുള്ള ഭൗതിക സാഹചര്യമാണ് സംഘടന. അതല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ടോ അതിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയതുകൊണ്ടോ സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ടായി ആരും കരുതേണ്ടതില്ല. സംഘടനകൾ നമുക്ക് ദീൻ പറയാനുള്ള ഭൗതിക സാഹചര്യമാണ്. നിങ്ങളിൽ നിന്ന് ജനങ്ങളെ ഖൈറിലേക്ക് ക്ഷണിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന, ദുരാചാരത്തെ വിരോധിക്കുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ. ഇത് ഖുർആനിന്റെ വചനമാണ്. അവരാണ് വിജയികൾ. അവർ സംഘടിതമായി കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അതിനു വേണ്ടിയുള്ള സൗകര്യമാണ്, സാഹചര്യമാണ് സംഘടനകൾ. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മുടെ സംഘടനയുടെ പേരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, നാം ഏറ്റെടുത്ത ഉത്തരവാദിത്വം വലിയൊരു ഉത്തരവാദിത്വമാണ്. അത് പള്ളിയുടെ ഇമാമാണെങ്കിലും ഖത്തീബാണെങ്കിലും ഒരു പള്ളിയുടെ അധികാരത്തിലിരിക്കുന്ന, കമ്മിറ്റിയിലിരിക്കുന്ന, അതല്ലെങ്കിൽ KNM-ന്റെ ആകട്ടെ, ISM-ന്റെ ആകട്ടെ, MSM-ന്റെ ആകട്ടെ, നാം ഏറ്റെടുക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. അതൊരിക്കലും കുട്ടിക്കളിയല്ല. ഇതൊരു അമാനത്താണ്. ഖുർആൻ പറഞ്ഞത് ഇന്നാ അറദുൽ അമാനത അല സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിലഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹാ അൽ ഇൻസാൻ. ഖുർആൻ പറയാ, ഈ അമാനത്തിനെ പർവ്വതത്തിന്റെ മുന്നിൽ അല്ലാഹു കാണിച്ചു, പ്രദർശിപ്പിച്ചു. ആകാശങ്ങളിലെ ഭൂമിയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇവരൊന്നും ഈ അമാനത്ത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ആര്? ആകാശം തയ്യാറായില്ല, ഭൂമി തയ്യാറായില്ല, പർവ്വതം തയ്യാറായില്ല. എന്നാൽ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അത് വിസമ്മതിക്കുകയും അതിനെ സംബന്ധിച്ച് ഭയപ്പെടുകയും ചെയ്തു ഈ അമാനത്ത് ഏറ്റെടുക്കാൻ. എന്നാൽ ഇൻസാൻ മനുഷ്യനെ ഏറ്റെടുത്തുന്ന അത് കൃത്യമായി ഏറ്റെടുത്ത അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ല എങ്കിൽ തീർച്ചയായും നാളെ പരലോകത്ത് അതൊരു ചോദ്യചിഹ്നമായി നിലകൊള്ളും എന്ന് എല്ലാ അധികാരികളും, അത് മദ്രസയുടെ ആകട്ടെ, പള്ളിയുടെ ആകട്ടെ, മറ്റ് സംഘടനകളുടെ ആകട്ടെ, പൊതുസമൂഹത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തവരാകട്ടെ, ഏത് നേതാവാകട്ടെ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ല എങ്കിൽ തീർച്ചയായും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ചെറിയ വിഷയമല്ല, ഗൗരവമുള്ള കാര്യമാണ്. പ്രവാചകരെയും പ്രവാചകന്റെ സ്വഹാബത്തിനെയും ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ ഖലീഫമാരുടെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നിർവഹിക്കാനായി രാപ്പകൽ അവർ ഉറക്കം വിളിച്ചവരായിരുന്നു. നട്ടുച്ച നേരത്ത് പോലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല റോഡിലൂടെ ഇങ്ങനെ ഓടാ. ആളുകൾ ചോദിച്ചു, അല്ല ഉമറേ, എന്താണ് ഈ നട്ടുച്ച നേരത്ത്? അദ്ദേഹം പറയാ, ഇസ്ലാമിന്റെ ആലയത്തിൽ നിന്നും ഒരു ഒട്ടകത്തെ കാണാനില്ല, ഞാനതിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഒന്ന് ആലോചിച്ചു, പൊതുമുതലിൽ നിന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഒട്ടകങ്ങളുള്ള ബൈത്തുൽ മാലിൽ നിന്ന്, ഇസ്ലാമിന്റെ പൊതുസമ്പത്തിൽ നിന്ന് ഒരു ഒട്ടകത്തെ കാണാത്തത് കൊണ്ട് നട്ടുച്ച നേരത്ത് ഓടി നടക്കുകയാണ് ഇസ്ലാമിന്റെ ഭരണാധികാരി. ഇവിടെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഏത് നേതാവാണ് അന്വേഷിക്കാൻ പോകുന്നത്? എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാനാണ് അല്ലെ പള്ളി കമ്മിറ്റിയിൽ വരെ ഇടി. അധികാരത്തിലെത്താൻ വേണ്ടി തർക്കം. എന്താ വരുമാനമുണ്ട് പള്ളിക്ക്, എന്നാ പള്ളിക്ക് വരുമാനമില്ലെങ്കിലോ, പള്ളി കടത്തിലാണെങ്കിലോ സെക്രട്ടറി പ്രസിഡന്റ് ആവാനൊന്നും ആരും ഉണ്ടാവില്ല. ഇത് പൊതുവെ പല സ്ഥലങ്ങളിലുള്ള ഏർപ്പാടാണ്. ഓരോ നേതാവും മനസ്സിലാക്കണം, ഞാൻ ഏറ്റെടുക്കുന്നത് ചെറിയ കാര്യമില്ല, ഇത് വലിയ ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അത് എന്റെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്ന തിരിച്ചറിവോട് കൂടിയായിരിക്കണം എല്ലാ നേതാക്കന്മാരും പ്രവർത്തിക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളി കമ്മിറ്റി, മദ്രസ കമ്മിറ്റി, KNM-ന്റെ ISM-ന്റെ ശാഖാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത ആളുകളൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഇമാമാണെങ്കിലും ഖത്തീബാണെങ്കിലും മദ്രസ അധ്യാപകരാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കണം. ഖുർആൻ ഹദീസിനെതിരായി ഞാൻ ഇവിടെ നിന്ന് പറയാൻ അതെന്റെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഇനി ഞാൻ നിങ്ങളെ ഉപദേശിക്കുമ്പോൾ അതിന് എതിരായി ഞാൻ പ്രവർത്തിച്ചാലോ നിങ്ങളെക്കാൾ ശിക്ഷ കഠിനമായിരിക്കും നാളെ പരലോകത്തിരിക്കുണ്ടാവുക. അവ സാധാരണക്കാരനേക്കാൾ കൂടുതൽ ശിക്ഷ നേതാക്കന്മാർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. ഇത് എല്ലാ നേതാക്കന്മാരും ശ്രദ്ധിക്കണം എന്ന് വളരെ സ്നേഹത്തോടു കൂടി ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്.